ഇന്നത്തെ വചനചിന്ത നിത്യരക്ഷയെ തള്ളിക്കളയരുത്. 1892 ജോർജ് വിൽസൺ എന്ന ഒരു വ്യക്തി അമേരിക്കയിൽ മോഷണത്തിനും കൊലപാതകത്തിനും അറസ്റ്റിലായി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാൻ കോടതി വിധിച്ചു. എന്നാൽ തൻ്റെ കുറേ കൂട്ടുകാർ ഒരുമിച്ച് കൂടി ഒരു മാപ്പപേക്ഷ പ്രസിഡന്റ് ആൻഡ്രൂസ് ജാക്സന് സമർപ്പിച്ചു. ജോർജ് വിൽസനെ തൂക്കിക്കൊല്ലേണ്ട എന്ന് മാപ്പ് നൽകി. അങ്ങനെ ഒരു ഉത്തരവുണ്ടായി. എന്നാൽ ഈ ക്ഷമ ജോർജ് വിൽസൺ നിരസിച്ചു. മാപ്പ് നൽകിക്കൊണ്ടുള്ള ഉത്തരവിനെ പ്രതി സ്വീകരിക്കാത്ത പ്രത്യേക സാഹചര്യം ഈ കേസ് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജോൺ മാർഷിൻ്റെ തീരുമാനത്തിന് വിട്ടു. കൂട്ടുകാർ കൂടി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക മാപ്പ് ലഭിച്ച പ്രതി മാപ്പ് നിരസിച്ചാൽ ഇനി എന്തു ചെയ്യും? ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ വിധിച്ചു. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഈ ക്ഷമ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഒരു പേപ്പർ മാത്രമാണ്. ഇതിന് വിലയുണ്ടാകുന്നത് ഇതിൻ്റെ ഗുണം ലഭിക്കേണ്ട വ്യക്തി ഈ ക്ഷമയെ അംഗീകരിച്ചാൽ മാത്രമാണ്. കുറ്റവാളികൾക്ക് ക്ഷമ വേണ്ട എങ്കിൽ ഈ പേപ്പറിനും അതിലെഴുതിയിരിക്കുന്ന ക്ഷമയ്ക്കും ഒരു വിലയുമില്ല. എത്ര പേരാണ് ഈ ഭൂമിയിൽ ക്ഷമ സ്വീകരിക്കാതെ ജീവിക്കുന്നത്? ക്ഷമിക്കുവാൻ ചിലർക്ക് വളരെ മടിയാണ്. കയ്പിൻ്റെ വേരുകൾ നാളുകളായി അവരുടെ ഹൃദയത്തിൽ ആഴത്തിലിറങ്ങി അത് വളരെ ആഴത്തിലേക്കുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധ്യമാകാതെ അവരുടെ നാശത്തിനായി എല്ലാ രീതിയിലുമുള്ള വക്രതയും മുൻകൈയെടുക്കുന്നു. അവരുടെ നാശം കാണുന്നതുവരെ അടങ്ങിയിരിക്കാത്ത ഹൃദയങ്ങൾ. ചിലർക്ക് ക്ഷമ സ്വീകരിക്കുവാൻ മടിയാണ്. മറ്റുള്ളവർ അവരെ ക്ഷമിച്ച് വെറുതെ വിട്ടാലും അവർക്ക് അവരോട് തന്നെ ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ്. താൻ മരണമാണ് അർഹിക്കുന്നതെന്ന് സ്വയം തന്നെ വിധി എഴുതി. തൻ്റെ വിധി താൻ തന്നെ നിർണയിച്ചതിനാൽ ആർക്കും തന്നെ രക്ഷിക്കുവാൻ സാധ്യമായില്ല. ഷെറിഫിൻ്റെ മേശയിൽ തൻ്റെ മോചനത്തിനുള്ള മേശയിൽ തൻ്റെ മോചനത്തിനായുള്ള ഓർഡർ കിടക്കുമ്പോൾ തന്നെ അത് സ്വീകരിക്കുവാൻ സാധ്യമാകാതെ ജോർജ് തൂക്കുകയർ സ്വീകരിച്ചു. ആ ക്ഷമ ജോർജിന് വെറും ഒരു പേപ്പർ മാത്രമായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വിജ്ഞാപനത്തെ താൻ തള്ളിക്കളഞ്ഞു. മരണത്തിലേക്ക് താൻ നടന്നു. ഒരുവന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പാപമോചനം. നിത്യമായ മരണത്തിൽ നിന്നുള്ള മോചനം ദൈവം നമുക്ക് നൽകുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ആ ജീവൻ വ്യക്തിപരമായി അനുഭവിക്കണമെങ്കിൽ ദൈവം താങ്കൾക്കായി തയ്യാറാക്കിയ ആ രക്ഷാപദ്ധതിയിൽ നാം വിശ്വസിക്കണം. അതിനെ തിരസ്കരിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. മരണത്തിൻ്റെ കാഹള ശബ്ദങ്ങൾ നമ്മെ പിടികൂടുന്നതിന് മുമ്പേ ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിത്യരക്ഷയെ, നിത്യജീവനെ നാം സ്വന്തമാക്കണം. ജീവിച്ചാലും മരിച്ചാലും യേശുവിനുള്ളവർ എന്ന മഹനീയ പദവിയിലേക്ക് അർഹരാകുവാൻ ഈ ജീവൻ നമുക്ക് ഭാഗ്യം നൽകുന്നു. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നൽകുന്ന സൗജന്യമാകുന്ന നിത്യരക്ഷ, അവയെ സ്വീകരിക്കുവാൻ നാം മടിക്കരുത്. നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം മനുഷ്യൻ്റെ ജനനം, മരണം, പുനരുദ്ധാനം, സകല കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നാം ഈ ലോകത്ത് ഇലക്ട്രിക്കലായി എന്ത് വസ്തു വാങ്ങിച്ചാലും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിൻ്റെ കൂടെ ഒരു ബുക്കുണ്ടാകും. ഫാനാകട്ടെ, മൊബൈലാകട്ടെ, എന്ത് വസ്തുവും. അതുപോലെ ഒരു മനുഷ്യനെക്കുറിച്ച് ആ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, കുടുംബത്തെ എങ്ങനെയാണ് നയിക്കേണ്ടത്, നാം മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, സകല കാര്യവും, നമ്മുടെ ജീവിത അവസാനം എന്തായിരിക്കും, സകല കാര്യവും, സകല ഉപദേശങ്ങളും
വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അത് അനേകർക്ക് വെറുമൊരു പേപ്പറാണ്. എന്നാൽ വചനം ശ്രമിക്കുന്ന താങ്കൾ നിത്യരക്ഷയ്ക്ക് വേണ്ടി വചനം വായിക്കുക. കർത്താവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ താങ്കൾ തയ്യാറായാൽ, താങ്കൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ദൈവം രക്ഷിക്കും. ഈ നാളുകളിൽ നിത്യരക്ഷ തള്ളിക്കളയാതെ നിത്യരക്ഷയ്ക്കായി മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.